വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരേണ്ടതില്ല എന്നൊരു ഫ്ലെക്സ് ബോർഡ് ഉയരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത്. താമരശ്ശേരിയിലാണ് ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിന് എതിരെ സമരം ചെയ്യുന്നവരാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ് വലിയ ജനകീയ പ്രതിഷേധമുണ്ടായി. പോലീസ് രാജ് അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു, പോലീസ് ആ നിലയിൽ ഇടപെടുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ മൊത്തത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണോ? രതീഷ്, ഈ ഫ്രഷ് കട്ട് സമരത്തിന്റെ ഇരകളായ അതല്ലെങ്കിൽ സമരത്തിൽ ഉള്ള ആളുകളാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. താമരശ്ശേരി അമ്പലമുക്കിലാണ് ഫ്ലെക്സ് ബോർഡ് ഉള്ളത്. അവിടെ ഒരു സമരപ്പന്തൽ അവർ നേരത്തെ തന്നെ കെട്ടിയിരുന്നു. ആ സമരപ്പന്തലിന്റെ ഭാഗത്താണ് ഈ തരത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് വരേണ്ട, ഞങ്ങളുടേത് ന്യായമായ ആവശ്യമാണ്, ആ ആവശ്യം പരിഹരിച്ചു തരാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ വരേണ്ട എന്നാണ് ആ ഫ്ലെക്സ് ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ സമരസമിതിയുടെ ചെയർമാൻ തന്നെ അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അവിടെ ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി, വലിയ പ്രശ്നങ്ങളുണ്ടായി അടച്ചുപൂട്ടിയതിനു ശേഷം വീണ്ടും സമരം ആരംഭിച്ചപ്പോൾ നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള എം.എൻ. കാരശ്ശേരി അടക്കം ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അവരടക്കം എം.എൻ. കാരശ്ശേരി അടക്കം ആ സമരത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞിരുന്നത് വോട്ട് ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാതെ വരുമ്പോൾ വോട്ട് ചോദിച്ചു വരുന്നവരോട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല, അത് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം വരെ ഈ സമരപന്തലിലടക്കം നടന്നിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഫ്രഷ് കട്ട് ഒരു വലിയ വിഷയമാക്കി താമരശ്ശേരിയിൽ ഉയർത്തുകയും വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരേണ്ട എന്ന വളരെ പ്രാധാന്യമുള്ള രീതിയിൽ തന്നെ ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ച് ഫ്രഷ് കട്ടിലെ സമരക്കാർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. രതീഷ്, ശരി. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. വലിയ ജനകീയ പ്രതിഷേധമുണ്ടായ സ്ഥലമാണ്. അവിടെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് സമരപ്പന്തൽ ഒരുങ്ങുന്നു. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ വരേണ്ടതില്ല എന്നൊരു നിലപാട് നാട്ടുകാർ സ്വീകരിക്കുന്നു. ഇന്ത്യാസാണ് ആ വിവരങ്ങൾ നൽകിയത്.